ഈ തെരുവ് നായ്ക്കൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം അവരാക്കി കൊടുത്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഒരു എന്താ പറയുക മാധ്യമം കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിൽ ഒരു 50-60 നായ്ക്കൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും ഒന്ന് പേവിട്ടാവുന്ന ആളുകളായിരിക്കും വലിയ കഷ്ടത്തിലാവും. ഇപ്പം ഞാൻ ചുരുക്കി സൈക്കിളിൽ പോകുമ്പോൾ എൻ്റെ പിറകെ നായ ഓടി വരുന്നുണ്ട്. ഞാൻ പിന്നെ പേടിച്ചാണ് പോണത്. ഒരിക്കലും അതിനെ നശിപ്പിച്ചിട്ട് നമ്മുടെ ഈ ശല്യം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. അതിനൊരു പ്രതിവിധി എന്താണ്? ഇവിടെയുണ്ട് സാഫല്യമാണ്. സാഫല്യത്തിൻ്റെ ബാക്കിലൊക്കെ നല്ല ശല്യമുണ്ട്, പട്ടിയുടെ ശല്യമുണ്ട്. അപ്പോൾ വലിയവർക്കും ഭീഷണിയാണ്. പുറകിലൊക്കെ നഗരസഭ വലിയ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ മനസ്സിലായില്ലേ, കുറച്ചും കൂടെയൊക്കെ കൊച്ചു പിള്ളേരെ കാര്യമാണ് പാട്. വലിയവർക്ക് പിന്നെയൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ, കൊച്ചു പിള്ളേരെ കാര്യമൊക്കെയാണ് വലിയ പാട്. ഈ പട്ടിശല്യം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ കേട്ടുവരുന്നൊരു സാധനമാണ്. പക്ഷെ അതിന് ഒരു പരിഹാര മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ ഈ ആളുകൾ പറയും പോലെ കൊന്നൊടുക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു സഹജീവിയാണ്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഗവൺമെന്റും ബന്ധപ്പെട്ട അധികാരികളും അതിലോട്ട് നീങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും അതിനെ നശിപ്പിച്ചിട്ട് നമ്മുടെ ഈ ശല്യം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. അതൊരിക്കലും നമ്മളത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പച്ച ഇറച്ചി കഴിക്കുന്നത് കുറച്ചുകൂടെ വയലൻ്റ് ആകുന്ന ഒരു സംഭവം. അത് നമ്മുടെ ഈ വൈകുന്നേരം ഒരു 6:30 മണി 7 മണിയാകുമ്പോൾ കോളേജിൻ്റെ മുന്നിൽ അങ്ങോട്ടുള്ള വഴിയിൽ ഒരുപാട് പേര് സ്കൂട്ടറിൽ ഇതുപോലെ ആക്റ്റീവയിൽ കൊണ്ടുവന്നിട്ട് അതിനെ കൃത്യമായിട്ട് അറിയാൻ സമയത്ത് കൊണ്ടുവരുന്നുണ്ടോ. അത് കിട്ടാതെ വരുമ്പോൾ അത് പച്ച ഇറച്ചിക്ക് വേണ്ടി മനുഷ്യനെ തന്നെ കടിക്കും. സംഭവിക്കുന്നതാണ്. സർക്കാർ എത്രത്തോളം വരുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല, പൊതുജനം പ്രതികരിക്കുക എന്നുള്ളതാണ്. നായ്ക്കൾ ഇവിടെ കണ്ടമാനം നായ്ക്കളുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും ഉപദ്രവിച്ചതായിട്ടുള്ള ഇതില്ല. പക്ഷേ ഇതിൽ ഒരു 50-60 നായ്ക്കൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും ഒന്ന് പേവിട്ടാവുന്ന ആളുകളായിരിക്കും വലിയ കഷ്ടത്തിലാവും. ഇതുവരെ ആരും ഉപദ്രവിച്ചതായിട്ട് ഇവിടെ ആരും റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു 60 നായ്ക്കോളം വരും. പട്ടിയെ ഇപ്പം നേരത്തെ ഈ പട്ടിയെ പിടിപ്പുകാർ വന്ന് അതിനെ കൊല്ലുമായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ബൈക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല. ഓടിച്ചിട്ട് കടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണം, പല ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വിചാരിച്ചാൽ പറ്റും, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം അത് കുറയ്ക്കണം തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട്, അല്ലെങ്കിൽ പോലീസുകാർ ഇടപെട്ട് ഇത് എങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്നാണ്. അല്ലെങ്കിൽ അതിനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അതിനായിട്ട് കൊണ്ടിടുവാനും ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കുക, അതിനൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് വിഷയമാണ്. ഒരുപാട് പട്ടിക്ക് പേടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കണം ഇതിന്. അല്ലെങ്കിൽ 2 വീലർ പോകുന്നൊരു വഴി യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ചുരുക്കി സൈക്കിളിൽ പോകുമ്പോൾ എൻ്റെ പിറകെ നായ ഓടി വരുന്നുണ്ട്. ഞാൻ പിന്നെ പേടിച്ചാണ് പോണത്. പിന്നെ നായ ഒരു നല്ലൊരു മൃഗമാണ്. പിന്നെ അതിനൊരു എന്തെങ്കിലും സുരക്ഷയായിട്ട് എന്തെങ്കിലും പോകാൻ കണ്ടെത്തണം. നായ ആ പട്ടീനെ കൊണ്ടുപോയി വല്ല ഓപ്പറേഷൻ ചെയ്ത് നിർത്തുക, നായ സുഖമില്ലാത്ത നായനെ അവരടച്ചിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. പാളയം ആ സൈഡിലൊക്കെ പ്രശ്നമാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. രാവിലെ നടക്കാൻ പറ്റൂല. രാവിലെ ഷുഗറൊക്കെ ഉള്ള രോഗികളെ നടന്നു പോകാൻ ഡോക്ടർ പറയും. പക്ഷെ കൊഴുപ്പ് പട്ടി കടിച്ചെടുക്കണം, നമ്മളെ ബാക്കെല്ലാം കടിച്ചെടുക്കണം. അപ്പൊ നടക്കാനും പറ്റാത്ത സ്ഥിതിയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സർക്കാരിൽ നിന്നായാലും എവിടെ നിന്നായാലും നല്ലൊരു കാര്യം വന്നാൽ അത് നല്ലത് തന്നെയാണ്. എവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയാലും ഈ കോഴി വേസ്റ്റുകളും പിന്നെ പശുവിൻ്റെ വേസ്റ്റുകളും കംപ്ലീറ്റും ഇറച്ചി കംപ്ലീറ്റ് വേസ്റ്റുകളും എല്ലാ റോഡിലും എല്ലാ സൈഡിലും, പ്രത്യേകിച്ചും വിജനമായ ഏരിയകളിലും ഇൻഡസ്ട്രിയൽ മേഖലകളിലും അവിടെ നിന്നൊക്കെ കംപ്ലീറ്റും ഈ വേസ്റ്റുകൾ കൊണ്ട് തള്ളിക്കൊണ്ട് ഈ തെരുവ് നായ്ക്കൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം അവരാക്കി കൊടുത്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഒരു എന്താ പറയുക മാധ്യമം കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നും കണ്ടു ഒരു ബൈക്ക് യാത്രക്കാരൻ ഇടിച്ചു മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ ഇടിച്ചു മരിച്ചതായിട്ട് പത്രത്തിൽ കാണുന്നുണ്ട്. പട്ടികാടി അമ്മ ഇടിച്ചു തെറച്ച് അപ്പുറത്ത് നിന്ന് വീണു, അപ്പം മരിച്ചു. അപ്പം നമ്മുടെ നാട് പോകുന്നത് എവിടെയാണ് ഈ ശുചീകരണം നടക്കുന്നവർക്ക്? എവിടെയാണ് ഇതൊക്കെ നടത്തുന്നവർ? ഇപ്പോൾ പറയാമോ ഒന്ന്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാണുന്നുണ്ട്.